ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്നൂസ് ക്രിയേഷൻസ്. നമ്മൾ ഇന്ന് ഈ ഒരു മെറ്റീരിയൽ കൊണ്ടൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ലൈനിങ്ങും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ലൈനിങ് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടി മടക്കി എടുക്കാം. അപ്പം നമ്മളിത് 4 ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. സാധാ ചുരിദാറിനൊക്കെ മടക്കുന്ന പോലെ തന്നെയാണ് മടക്കിയേക്കുന്നത്. ഞാനിവിടെ 19 ഇഞ്ചാണ് ലെങ്ത് എടുത്തേക്കുന്നത്. അത്രയും എടുക്കണമെന്നില്ല, 18 ഇഞ്ചായാലും മതിയാവും. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്ത്തും നമ്മളിവിടെ 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ലൈനാക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റ് ഞാനിവിടെ 9.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതേപോലെ ഫ്രണ്ട് പോർഷനിൽ 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴെ വേണ്ടത് 9 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തലത്തുമ്പായിട്ട് ഇടുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നമ്മൾ ക്യാൻവാസ് വെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 5 എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കിത് വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ റൗണ്ട് ഷേപ്പിൽ അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ആം ഹോളിൻ്റെ ഭാഗവും സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ബാക്കിലെ നെക്കും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആം ഹോളിൽ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് 2ആയി നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3.25 ഇഞ്ചിലാണ് തന്നെ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് അതൊന്നും ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് ഒരു ഡയമണ്ട് ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ഇഞ്ച് വെച്ചിട്ട് നെക്കിൻ്റെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ അത് ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണിയിലേക്ക് നമുക്ക് ഈ നെക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് തേച്ചെടുക്കണം. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇതേപോലെ തുണി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ആ ടക്കിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ലെങ്ത്ത് ഒരു 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വിഡ്ത്ത് ഒരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാം. നമുക്ക് ഈ ലൈനിൻ്റെ താഴെയായിട്ട് 1/2 ഇഞ്ച് വെച്ച് 2 സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്ത് അത് മുകളിലേക്ക് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. നമ്മൾ അപ്പുറത്തെ സൈഡിലും കൂടെ ഇതേപോലെ തന്നെ ടക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും 2 സൈഡിലും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതേപോലെ നമ്മൾ ലൈനിങ് തുണി നമ്മുടെ നല്ല തുണീൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തുണീൻ്റെ നല്ല വശത്താണ് കേട്ടോ ലൈനിങ് നമ്മൾ ചേർത്ത് വെക്കാൻ പോകുന്നത്. ഇനി ഇതേപോലെ നമ്മൾ ബാക്ക് പോർഷനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ്റെ ആം ഹോളും നെക്കും നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ആം ഹോളും നമുക്കൊന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കി വന്ന തുണി ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ സ്റ്റിച്ച് തട്ടാണ്ട് ഇതേപോലെ ഒന്ന് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആം ഹോളിൽ. ഇനി നമുക്ക് ലൈനിങ് തിരിച്ചിടാം കേട്ടോ. നമ്മൾ ഫ്രിൽ സ്ലീവ് ആണ് വെക്കുന്നത്. അപ്പോൾ കൈ ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതേപോലെ നമ്മൾ കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ക്യാൻവാസിൻ്റെ പുറത്തോട്ടുള്ള തുണി ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ തുണിയിലേക്ക് ഇതേപോലെ ക്യാൻവാസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടിൻ്റെ സെൻറ്റർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി ഇതേപോലെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ഇഞ്ച് തുണി ഇതേപോലെ ഗ്യാപ്പ് വിട്ടിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മറിച്ചിടുമ്പോൾ അതൊന്ന് വൃത്തിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഈ കോർണറിലൊക്കെ സ്റ്റിച്ച് തട്ടാണ്ട് നമുക്ക് കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് പോർഷനിൽ തുണി എടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ തുണി ബാക്ക് പോർഷനിലെ തുണിയായിട്ട് ചേർത്ത് വെക്കണം. അപ്പം ബാക്ക് പോർഷനിലെ തുണീൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടി രണ്ട് തുണീൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ ഉള്ളിൽ കൂടി വെച്ച് കൊടുക്കണം. ഇതേപോലെ രണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് 2 ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 ഷോൾഡറും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കും ബാക്കിലെ ആം ഹോളും കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടക്ക് ഇട്ടേക്കുന്നൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പം 4 ടക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ടക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽവശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മൾ 2 ആക്കിയിട്ടൊന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ മെയിൻ ക്ലോത്തിലേക്ക് ഈ തുണി ചേർത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ തുണി ഒന്ന് നേരെ നിവർത്തി വെക്കാം. നിവർത്തി വെച്ചിട്ട് നമുക്ക് അതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ കൂടെ. ഇനി നമുക്കത് പുറകോട്ടേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡിൽ ഐ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വീതിയുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഒരു 1/2 ഇഞ്ചിൽ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്താണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പം മേള് വശം നമുക്ക് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. ഇതേപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് സൈഡിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴെ വരെ. ഇനി നമുക്ക് ഈ തുണി ഒന്ന് തിരിച്ചിടാം. ഇനി ഇതേപോലെ ഇതൊന്ന് ഫ്രണ്ടിലേക്ക് മടക്കി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡിൽ കൂടി നമുക്ക് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുൾ സ്ലീവാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുണി എടുത്തിട്ടുണ്ട്. 2 മടക്കാക്കിയിട്ടാണ് കേട്ടോ തുണി എടുത്തേക്കുന്നത്, സ്ലീവ് ഇച്ചിരി കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 40 ഇഞ്ച് നീളത്തിലുള്ള തുണിയാണ് കേട്ടോ സ്ലീവിന് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇതേപോലെ ഷേപ്പ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ സെൻറ്റർ എടുത്തിട്ട് നമുക്ക് ഈ ഷോൾഡറിലേക്ക് ചേർത്ത് വെക്കാം. നമുക്ക് ആദ്യം സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടി 2 ഇഞ്ച് വീതിയുള്ളൊരു തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ തുണി ഒന്ന് മടക്കി വെച്ചിട്ട് ഇതേപോലെ സൈഡിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് പുറകിലേക്ക് ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കണം. മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് hem ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഇതേപോലെ 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രോപ്പ് ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.